രാധിക ആഗ്രഹിച്ചത് ഒടുവിൽ നടന്നു. നന്ദിനി ആ വീട്ടിൽ നിന്നും മാറി. എന്നാൽ അവൾ അറിയാതെ തന്നെ മറ്റൊരു ചതിക്കുഴിയിലേക്ക് നീങ്ങുകയായിരുന്നു. രമേഷിൻ്റെ ജീവിതത്തിലും നന്ദുവിൻ്റെ വരവ് വലിയ മാറ്റത്തിന് തുടക്കമാകുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കും? കേൾക്കാം അവിവാഹിത 9-ാം ഭാഗം. അമ്മയെ നോക്കാൻ നന്ദിനിയെ പറഞ്ഞു വിടാൻ രാധിക സുധാകരൻ്റെ അടുത്ത് നിർബന്ധിച്ചു. ആദ്യമൊന്നും അയാൾ വകവച്ചില്ല, എതിര് പറയുകയും ചെയ്തു. നീ നടപ്പുള്ള കാര്യം വല്ലതും പറയെൻ്റെ രാധികയെ. കാര്യം നടക്കാത്തതിൻ്റെ കലിപ്പായിരുന്നു രാധികയ്ക്ക്. ഞാൻ പറയേണ്ട രാധികയല്ല, സുധാകരൻ്റെ രാധികയാണ്. താൻ പറഞ്ഞ വാക്കിൽ പിടിച്ചു തൂങ്ങാനാണ് അവളുടെ പരിപാടി. പ്രശ്നമുണ്ടാക്കാൻ നനച്ചു തന്നെയാണ്. അതെ, സമ്മതിച്ചു, നീ സുധാകരൻ്റെ രാധിക തന്നെ. എന്നാൽ നീ പറഞ്ഞ കാര്യം സമ്മതിച്ചു തരാൻ എന്നെ കിട്ടില്ല. ആ കാര്യം ഇനി പറയുകയും വേണ്ട. അങ്ങനെ അറുത്തുമുറിച്ച് സുധാകരൻ വർത്തമാനം പറയാറില്ല, പ്രത്യേകിച്ചും രാധികയോട്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് മാറ്റിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് അനുഭവം കൊണ്ട് രാധികയ്ക്കറിയാം. എന്നാലും ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. ഇത് നടന്നു കിട്ടിയാൽ രണ്ടാണ് ഗുണം. അമ്മയ്ക്ക് തന്നോട് പ്രിയം കൂടും. അതേസമയം തന്നെ നാത്തൂനെ കുറച്ചുകൂടി ചീത്ത കേൾപ്പിക്കുകയും ചെയ്യാം. തനിക്ക് പറയാനുള്ളതുകൂടി അമ്മയെ കൊണ്ട് പറയിപ്പിക്കാം. അന്ന് പിന്നെ അക്കാര്യം പറയാൻ രാധിക മുതിർന്നില്ല. പക്ഷേ അവരത് നാളെയും പറയാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഇന്ന് വേണ്ടെന്ന് വെച്ചത്. പറയാതിരിക്കാൻ എങ്ങനെ രാധികയ്ക്ക് കഴിയും? ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടണ്ടേ? ആരുടെ സന്തോഷത്തിനേക്കാളും പ്രധാനമാണ് നന്ദുവിൻ്റെ വകയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചിലവ് ഒഴിവാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ താനും മക്കളും അനുഭവിക്കേണ്ട മുതലായിരിക്കും ചിലപ്പോൾ അവളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ വേണ്ടി ചിലവാകേണ്ടി വരിക. എന്തു തന്നെയാണെങ്കിലും അത് സമ്മതിച്ചുകൂടാ. പിറ്റേ ദിവസം സുധാകരൻ വന്നത് കുറച്ച് വൈകിയാണ്. വല്ലാതെ തളർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് താൻ പറയണമെന്ന് വിചാരിച്ച കാര്യം പറയണ്ട എന്ന് രാധിക അല്പമൊന്ന് ചിന്തിച്ചു. എന്നാലും തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വൈകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ട് ഭർത്താവിന് ക്ഷീണമാണെങ്കിലും അല്ലെങ്കിലും തനിക്ക് തൻ്റെ കാര്യം നടക്കണം. താൻ വിചാരിക്കുന്നത് പോലെ തന്നെ അതങ്ങ് സമ്മതിച്ചാൽ കൂടുതൽ വർത്തമാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതായിരുന്നു രാധികയുടെ ചിന്താഗതി. കുളിക്കാൻ വെള്ളവും തിളപ്പിച്ച് അത് എടുത്തു കൊണ്ടുപോയി രാധിക കുളിമുറിയിൽ വെച്ചുകൊടുത്തു. വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് രാധിക അടുക്കളയിലേക്ക് പോയത്. അയാൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭക്ഷണവും വിളമ്പിക്കൊണ്ട് സന്തോഷവതിയായി അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ തൊട്ടരികിൽ തന്നെ അവൾ കാത്തുനിന്നു. അവളുടെ ആ നിൽപ്പും ഭാവവും കണ്ടപ്പോഴേ സുധാകരന് മനസ്സിലായി, കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ച കാര്യം വീണ്ടും ആവർത്തിക്കാനാണ്. അതാണ് അവളുടെ സ്വഭാവം. പിന്നെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വല്ലതും അത് മാറണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? തലേ ദിവസത്തെ ആവശ്യം അവൾ ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് മുൻപ് തന്നെ സുധാകരൻ അങ്ങോട്ട് ആ പ്രശ്നം എടുത്തിട്ടു. ഇന്നലെ തടസ്സം പറഞ്ഞ കാര്യം സാധിക്കാൻ ഉദ്ദേശിച്ചാണ് നീ ഇത്ര കാര്യമായി ഇതെല്ലാം ചെയ്തു തരുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. ഞാനത് ഓർക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ മറുപടിയും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അത് മറന്നുപോയി കാണും എന്ന് വിചാരിച്ച് പുതിയതായി അവതരിപ്പിക്കുന്നത് പോലെ അല്പം മയത്തിൽ അവതരിപ്പിക്കാമെന്നായിരുന്നു രാധികയുടെ വിചാരം.
പക്ഷെ ഇപ്പോൾ അയാൾ മറന്നിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ന് അവതരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ രാധികയുടെ ആ തീരുമാനം ദീർഘകാലത്തേക്കൊന്നും നിന്നില്ല. പല ദിവസങ്ങളിലായി അയാളെ സ്വാധീനിച്ചും പ്രോത്സാഹിപ്പിച്ചും അയാളെ വീഴ്ത്താവുന്ന കൃത്യസമയത്ത് തന്നെ രാധിക അയാളിൽ നിന്നും അതിനുള്ള സമ്മതം വാങ്ങിയെടുത്തു. അവൾ ആരാണ് മോൾ? താൻ പറഞ്ഞതിന് സമ്മതം കൊടുക്കാതെ വീട്ടിൽ നേരെ ചൊവ്വേ ഒരു കാര്യവും നടക്കില്ല എന്ന സ്ഥിതി വന്നപ്പോൾ സുധാകരന് മനസ്സിലായി താൻ സമ്മതിച്ചേ മതിയാകൂ എന്ന്. ഭർത്താവിന് അതിയായ മനോവിഷമമുണ്ടാക്കിക്കൊണ്ട് ഭാര്യ ഉദ്ദേശിച്ച കാര്യം നേടിയാലും അത് ശാശ്വതമായി അവൾക്ക് നേട്ടമായിരിക്കുമോ? പക്ഷേ എന്തു തന്നെയാണെങ്കിലും രാധികയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവളുടെ വിജയം മാത്രമാണ് അവൾ മുൻപിൽ കാണുന്നത്. നന്ദിനിയെ അവളുടെ അമ്മയെ നോക്കുന്നതിനു വേണ്ടി 1-2 ദിവസത്തേക്ക് മാത്രം ആ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അങ്ങോട്ട് വിടണം എന്ന് പറഞ്ഞു. സ്ഥിരമായി വിടണം എന്ന് അവൾ ഉദ്ദേശിച്ചെങ്കിലും കെട്ടിയോനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുധാകരൻ അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അത് വെറും ആരംഭമായിരുന്നു. ആദ്യം പോയത് 2 ദിവസത്തേക്ക് വേണ്ടി തന്നെയാണ്, ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയും. അത് കഴിഞ്ഞ് നന്ദു സുധാകരൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോരുകയും ചെയ്തു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞില്ല, വീണ്ടും അതേപോലെ 2 ദിവസത്തേക്ക് വിട്ടു. അതിനായി പ്രത്യേകം അനുവാദം ചോദിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ പല ദിവസങ്ങളിലായി കുറേശ്ശെ വിട്ട് അവസാനം അവളെ തിരിച്ചു കൊണ്ടുവരാതെയായി. തീർത്തും തിരിച്ചു കൊണ്ടുവരാതെ ആയത് സുധാകരൻ വളരെ അത്യാവശ്യമായി ഒരു കല്യാണക്കാര്യത്തിന് മലബാറിന് പോയ സമയത്താണ്. ഒരാഴ്ചയ്ക്ക് ശേഷമേ മടങ്ങി വരൂ എന്നുറപ്പുണ്ടായിരുന്നതുകൊണ്ട് ആ ഒരാഴ്ചയും നന്ദുവിനെ തിരിച്ചു കൊണ്ടുവന്നില്ല. പിന്നെ അതൊരു സ്ഥിരം പരിപാടിയായി. അങ്ങനെ രാധിക വിജയിച്ചു. നന്ദുവിനെ ഒഴിവാക്കിയെടുക്കുകയും ചെയ്തു. പ്രശ്നകലുഷിതമായ അവളുടെ ജീവിതം കലങ്ങിമറിഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നതിൻ്റെ അടുത്ത പടിയായിരുന്നു ആ മാറ്റം. നന്ദു ആ വീട്ടിൽ അവരുടെ അമ്മയെ പരിചരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോഴും എല്ലാം 2 കണ്ണുകൾ അവളെ ആർത്തിയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്നത് പ്രിയേഷിൻ്റെ അച്ഛൻ ദാമോദരൻ നമ്പ്യാരുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാളാണ്. പേര് പീതാംബരൻ നമ്പ്യാർ. അയാൾക്ക് പ്രിയേഷിൻ്റെ അത്ര തന്നെ പ്രായമുള്ള ഒരു മകനും ഉണ്ട്. പേര് രമേശ് എന്നോ മറ്റോ ആണെന്ന് ഒരു ദിവസം നന്ദു ഇപ്പോൾ നിൽക്കുന്ന വീട്ടിലെ വീട്ടമ്മയായ ശാന്ത പറയുന്നത് കേട്ടു. പഠിക്കുന്ന കാലത്ത് വളരെ മിടുക്കനായിരുന്നെങ്കിലും കോളേജിൽ വിട്ട കാലത്തോടെ അവൻ്റെ സ്വഭാവത്തിൽ ആകെ മാറ്റം വന്നു. ഇപ്പോൾ ഒരു മനോരോഗിയുടെ ലക്ഷണങ്ങളാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. ചിലപ്പോൾ അക്രമകാരിയുമാണ്. അതുകൊണ്ട് അവനെ പുറത്തേക്കിറക്കാൻ പോലും പലപ്പോഴും അവർക്ക് മടിയാണ്. വീടിന് പുറത്തേക്ക് ഇറങ്ങാതെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രമേഷിന് നന്ദുവിനെ കണ്ട കാലം മുതൽ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയതാണ്. ആരും കണ്ടാൽ കൊതിക്കുന്ന ഒരു സൗന്ദര്യമായിരുന്നു അപ്പോൾ നന്ദുവിനുണ്ടായിരുന്നത്. ആ സൗന്ദര്യം തന്നെ ആയിരിക്കണം അവനെ അവളിലേക്ക് ആകർഷിച്ചത്. അടുത്ത വീട്ടിലാണ് ഉള്ളത് എങ്കിൽ പോലും ആ വീട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൻ വളരെയധികം ശാന്തനാകുന്നതായി അവൻ്റെ വീട്ടുകാർ കണ്ടുപിടിച്ചു. അത് രമേഷിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഠിനമായ ചികിത്സയിൽ നിന്നും
അല്പം മോചനം ലഭിക്കാൻ ഇടവരുത്തി. പക്ഷേ നന്ദുവിനെ സംബന്ധിച്ച് അവൾ വിവരമറിയുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നന്ദുവിനാണെങ്കിൽ സുധാകരൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എപ്പോഴും അവിടുത്തെ ജോലികൾ മുഴുവനും ചെയ്യണമായിരുന്നു. എന്നാലും അപ്പോൾ ഒന്നും അവൾക്ക് കാര്യമായ വിഷമങ്ങളൊന്നും തോന്നിയില്ല. എങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് ശാന്തമ്മയുടെ വീട്ടിൽ ജോലികളെല്ലാം ചെയ്യുകയും പ്രായമായ അമ്മച്ചിയെ നോക്കുകയും ചെയ്യുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമമായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. തനിക്ക് ആരുമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഗതി വന്നത്. തൻ്റെ മാതാപിതാക്കൾ അകാലത്തിൽ നിര്യാണം പ്രാപിച്ചതുകൊണ്ടുണ്ടായ ഗതികേടാണ് ഇവർ ചൂഷണം ചെയ്യുന്നതെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. പക്ഷേ താൻ ഒറ്റയ്ക്ക് എവിടെ പോയി എന്ത് ചെയ്യാനാണ്? സുരക്ഷിതത്വമാണ് ഇപ്പോൾ തനിക്ക് ആവശ്യം. അതുമാത്രം ഇവിടെ നിന്നും കുഴപ്പമില്ലാതെ ലഭിക്കുകയും ചെയ്യും. അതല്ലാതെ എല്ലുമുറിയെ ചെയ്യുന്ന ഈ ജോലിക്ക് നയാ പൈസ പോലും ശമ്പളം ലഭിക്കില്ല. നേരെ ചൊവ്വേ ഭക്ഷണം പോലും ലഭിക്കില്ല. ഭക്ഷണം തരുന്നത് പോലും ഔദാര്യം എന്ന ഭാവത്തിലാണ് തരുന്നത്. എന്നാൽ ജോലിക്ക് ഒരു കുറവുമില്ല താനും. അനാഥരുടെ എല്ലാം ഗതി ഇതുതന്നെ ആയിരിക്കും. വേറെ നേട്ടങ്ങളൊന്നുമില്ല. എങ്കിലും തനിക്ക് ഒരു നല്ല കാലം വരും എന്ന പ്രതീക്ഷ മാത്രമാണ് നന്ദുവിന് ഉണ്ടായിരുന്നത്. അതുവരെ അപകടമൊന്നും പറ്റാതെ ജീവിക്കണമല്ലോ. രമേശിൽ വന്ന മാറ്റം അവനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന മനോരോഗ വിദഗ്ധനെയും അത്ഭുതപ്പെടുത്തി. അയാൾ അതിൻ്റെ കാരണം അന്വേഷിച്ചു. വീട്ടുകാർ ഒരു മടിയുമില്ലാതെ ആ കാരണം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ അവരോട് പറഞ്ഞു, ഇത്ര കാലവും അവൾ അറിയാതെയല്ലേ ഇവൻ അവളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്? അപ്പോൾ ഇവനെ ഇഷ്ടപ്പെടുത്തുന്ന എന്തോ ഒന്ന് അവളിലുണ്ട്. അതുകൊണ്ട് അവളുമായി ഒരു അടുപ്പം സ്ഥാപിക്കുക. വല്ലപ്പോഴുമെങ്കിലും അവളെ വീട്ടിലേക്ക് വരുത്തുക. സംസാരിക്കാൻ ഇടവരുത്തുക. ജീവിക്കാൻ ഒരു വകയുമില്ലാത്ത സാധനമാണ്. ഏതെങ്കിലും കാരണവശാൽ അവൾ വരികയും ഇവൻ്റെ രോഗം ഭേദമാവുകയും ചെയ്താലും പ്രശ്നമാണ്. ഇവർ തമ്മിൽ അടുപ്പമാവുകയോ മറ്റോ ചെയ്താൽ പിന്നെ അതൊരു ഊരാക്കുടുക്കാകും. തൻ്റെ സ്വത്തുക്കൾക്ക് എല്ലാം അവകാശി ഇവനാണ്. അർഹതയില്ലാത്ത ഒരുവൾ അത് സ്വന്തമാക്കുന്നത് സഹിക്കാൻ ആ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. പീതാംബരൻ നമ്പ്യാരുടെ ഭാര്യയായിരുന്ന വീണയ്ക്കായിരുന്നു അത് കേട്ടപ്പോഴേ എതിർപ്പ് തോന്നിയത്. ചികിത്സയ്ക്കാണെന്നും പറഞ്ഞ് യാതൊരു വകുപ്പുമില്ലാത്ത അവളുമായി അടുപ്പം സ്ഥാപിച്ചാൽ അവസാനം ചിലപ്പോൾ അത് തലയിൽ തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. രോഗം ഭേദമാകാനാണെങ്കിൽ അതൊന്നുമില്ലാതെയും ഭേദമാകും. അവരുടെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നത് അവർക്ക് ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ അറിയാമെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ തൻ്റെ സേവനം എന്തിനാണ്? കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യണം എന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ലല്ലോ. എന്തെങ്കിലും നഷ്ടപ്പെടുത്തി മാത്രമേ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. അതിന് മടിച്ചു നിൽക്കുന്നവർ ആരും നേട്ടങ്ങൾ ഉണ്ടാക്കിയ ചരിത്രവും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇനി ചികിത്സിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കും വേറെ പണിയുണ്ട് എന്ന് പറയേണ്ടി വരും. പീതാംബരൻ നമ്പ്യാരെ, ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തിനാണ് ഇത് ഏറ്റെടുത്തത്. മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പറയും പോലെ ചെയ്യേണ്ടി വരും. അയാൾ ഉടക്കിലാണെന്ന് മനസ്സിലായതേ പീതാംബരൻ നമ്പ്യാർ പ്ലേറ്റ് മാറ്റി. അയാളെ സമാധാനിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ല. അതിന് എന്ത് വിട്ടുവീഴ്ച ചെയ്താലും കുഴപ്പമില്ല. അയാളുടെ ചികിത്സ തുടങ്ങിയതിൽ പിന്നെയാണ് രമേശിൻ്റെ സ്ഥിതിയിൽ നന്നായി മാറ്റം വന്നത്. അതുകൊണ്ട്
അയാളുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അതിന് താൻ തയ്യാറുമല്ല. അവൾ പറഞ്ഞത് ഡോക്ടർ കണക്കാക്കണ്ട. ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യാൻ പരമാവധി ഞങ്ങൾ പരിശ്രമിക്കാം. ആ കുട്ടിയെ കിട്ടുമെന്ന് തീർച്ചയൊന്നുമില്ല. പക്ഷേ ഞാനതിന് പരമാവധി പരിശ്രമിക്കും. കിട്ടിയാൽ വീട്ടിൽ കൊണ്ടുവരാൻ നോക്കാം. അല്ലെങ്കിൽ തൽക്കാലം സന്ദർശനത്തിനെങ്കിലും ഞങ്ങൾ ആ കുട്ടിയെ വിളിക്കും. അങ്ങനെ വഴിക്ക് വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന മട്ടിൽ ഡോക്ടർ അല്പം ഞെളിഞ്ഞിരുന്നു. ഞാൻ ഈ പറയുന്നത് എൻ്റെ ഗുണത്തിനു വേണ്ടിയല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നിട്ട് കൂടി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് അല്പം വിഷമം എനിക്കുണ്ടാക്കി. ചികിത്സയ്ക്ക് വരുന്ന ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള നേട്ടം എനിക്ക് വേണ്ടതാനും. പീതാംബരൻ നമ്പ്യാർ കൂടി ഡോക്ടറുടെ പക്ഷം ചേർന്നതുകൊണ്ട് അയാളുടെ ഭാര്യ പിന്നെ അക്ഷരം മിണ്ടാൻ പോയില്ല. പറഞ്ഞാലും അവർക്ക് അനുകൂലമായി പറയാൻ കഴിയില്ല. മകൻ്റെ രോഗം ഭേദമാകുന്നതിനേക്കാൾ അവൾ കാര്യമായി കണക്കാക്കുന്നത് തങ്ങളുടെ കൈവശമുള്ള സ്വത്തുക്കളാണ്. അത് അന്യാധീനപ്പെട്ടു പോകാതിരുന്നാൽ മാത്രം മതി. മകൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിലും ഇപ്പോൾ അവരുടെ നിൽപ്പും ഭാവവും കണ്ടാൽ തോന്നും. എന്നാലും വീണ പിന്നീടൊന്നും പറയാൻ പോയില്ല. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ തീരൂ എന്ന മട്ടിൽ ഇറങ്ങി പുറത്തു നിന്നു. അവരുടെ പദ്ധതി വിജയിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. നന്ദുവിനെ ചുറ്റിപ്പറ്റി പുതിയൊരു അപകടത്തിൻ്റെ നിഴൽ രൂപം കൊള്ളുകയാണല്ലോ. ചികിത്സയുടെ പേരിൽ ആരംഭിച്ച ഈ പദ്ധതി എവിടെയാണ് ചെന്ന് അവസാനിക്കുക? അതറിയാൻ അടുത്ത ഭാഗം കാണാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ.